Even this morning when I got up, the Lord reminded me of this scripture from Psalms 103. ഞാൻ ഈ വാക്യം എൻകൗണ്ടർ ചെയ്ത പോയിന്റ് തൊട്ട് ദൈവം ചില കാര്യങ്ങളെ റിമൈൻഡ് ചെയ്യാൻ തുടങ്ങി എന്നെ. Ever since I encountered this scripture in Psalms 103, the Lord has been reminding me certain things. അവന്റെ ഉപകാരങ്ങളെ മറക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. Don't forget his benefits. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഗ്രാറ്റിറ്റ്യൂഡോ എന്റെ ക്വാളിറ്റി കൊണ്ട് എനിക്ക് ലഭിച്ച ഒന്നല്ല, എനിക്ക് ദൈവം കരുണ തോന്നി ചെയ്യുന്ന കാര്യങ്ങളെ ഓർക്കാനാണ് കർത്താവ് പറയുന്നത്. Amen. He's saying, it's not telling us to focus on the gratitude we should have for the things we did or received, but he's saying, don't forget all the benefits that he bestowed on us because of his mercy and grace. നമ്മൾ സ്ഥിരം പാടാറുള്ളൊരു പാട്ടുണ്ട്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നെയിം ദം വൺ ബൈ വൺ, ആൻഡ് ഇറ്റ് വിൽ സർപ്രൈസ് യു വാട്ട് ദ ലോർഡ് ഹാഡ് ഡൺ. Amen. You know, there is a song we often sing, count your blessings, right? Amen. ബട്ട് എത്ര പ്രാവശ്യം നമ്മൾക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങളെ നമുക്കൊന്ന് എണ്ണി തിട്ടപ്പെടുത്തി കർത്താവിനോടൊന്ന് നന്ദി പറയാൻ സാധിക്കുന്നുണ്ട്? But how many times are we truly able to count and take stock of all the blessings and benefits we receive from him and truthfully be grateful to him for all of it? ഒരു ദിവസം രാവിലെ കണ്ണ് തുറന്നു, ഉറക്കം കഴിഞ്ഞിട്ട് കണ്ണ് തുറക്കുമ്പോൾ എത്ര പ്രാവശ്യം നമുക്ക് കർത്താവെ അങ്ങ് തന്ന ഉറക്കത്തിനായി ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു നമുക്ക് പറയാൻ സാധിക്കുന്നു? How many times are we able to give thanks to the Lord in the morning, even when we wake up, and just give thanks to the Lord for what he did the night before? ഇത് എനിക്ക് എന്തുകൊണ്ട് റെലവെന്റ് ആണെന്ന് ചോദിച്ചാൽ, ഒട്ടും ഉറങ്ങാത്ത ഒരാളാണ് ഞാൻ. This is relevant to me because I barely sleep. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പ്രീതി ചേച്ചിക്കാണ്. Yeah, I know it well because I can call Sarah at any time in the night. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര കഷ്ടപ്പെട്ട് തിരിഞ്ഞു മറിഞ്ഞു കിടന്നെന്ന് പറഞ്ഞാലും ചില രാത്രികളിൽ ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം ചിലപ്പം വല്ല വെളിപ്പാടുകളുടെ പുറത്ത് നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകളായിരിക്കും, അല്ലെങ്കിൽ ഒരു കാരണവും വേണ്ട, ചുമ്മാ കിടന്നിട്ടും ഉറക്കം വന്നിട്ടും ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. You know, sometimes I'm unable to sleep because of the revelations I have received and I'm meditating on it. And other times it's because of prayer burdens, or sometimes I'm just tossing and turning. അങ്ങനെ കിടക്കുന്ന എനിക്ക് ഒരു രാത്രി സ്വസ്ഥമായിട്ട് ഒരു 7-8 മണിക്കൂർ മിനിമം കിടന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ ഭയങ്കര മിറക്കിളിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. And for such a person, if I can sleep continuously for 7 to 8 hours, it's truly a miracle that I am grateful for. ഞാൻ ഇത് പറയുന്നതിന്റെ റീസൺ, നമ്മൾ പലപ്പോഴും നമ്മളുടെ ഉറക്കത്തെ പോലും നിസ്സാരമായിട്ട് കാണാറുണ്ട്. I'm saying this because some of us take lightly the gift of sleep. നമുക്ക് നന്നായിട്ട് ഉറങ്ങി, അതും ഉറക്കം വെറുതെ ഉറങ്ങി തീർക്കുകയല്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫുൾ ക്ഷീണത്തെ മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടൊന്ന് എഴുന്നേൽക്കാൻ പറ്റുക എന്ന് പറയുന്നതിന്റെ റീസൺ ദൈവത്തിന്റെ കരുണ മാത്രമാണ്. And you know, I'm not just saying that somehow you slept. When you wake up refreshed in the morning with full strength to face the day, that is truly the mercy of the Lord. എന്റെ കണ്ണിന് ഉറക്കവും എന്റെ ശരീരത്തിന് ബലവും തരുന്ന ദൈവമേ, അങ്ങയ്ക്ക് സ്തോത്രം എന്ന് പറയാൻ നമുക്ക് എത്ര ദിവസം സാധിക്കുന്നുണ്ട്? How many days in our life can we truly say, thank you, God, for giving me sleep to my eyes and strength for my body this morning? ഇത്തരം നിസ്സാരമായിട്ടുള്ള വിഷയങ്ങളിനകത്ത് പോലും ദൈവത്തിന്റെ മഹത്വത്തെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ദൈവ തേജസ് അല്ലെങ്കിൽ കർത്താവിന്റെ ആ തേജസ്സിന്റെ റേഡിയൻസിനെ റിഫ്ലക്ട് ചെയ്യുന്ന വ്യക്തികളായി തീരാൻ തുടങ്ങുന്നത്. Amen. It's when we start being grateful for these small things, not take it for granted, that is when the radiance of his glory starts being revealed in our lives. ഇതെല്ലാം മാറ്റിവെച്ച് നമ്മളൊരു വൻ പ്രശ്നത്തിനകത്തൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തെ ഒന്ന് ഓർത്തു നോക്കിയേ. And now put this aside and think of a time of intense crisis in your life. ആ ക്രൈസിസിന്റെ നടുവിൽ നമ്മൾ കർത്താവിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമുക്ക് ലഭിക്കേണ്ട പ്രൊവിഷൻ തക്ക സമയത്ത് ലഭിക്കുന്നില്ലയോ? And even in the middle of the crisis, when we ask the Lord for our need, doesn't he provide at the right time? ഞാൻ അത് ചിലപ്പം കർത്താവിനോട് ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക്, കർത്താവ് എനിക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളില്ല എന്ന് ചിലപ്പം പറയുന്ന പോലും ഇല്ലായിരിക്കും, പക്ഷെ നമുക്കുള്ളത് തക്ക സമയത്ത് നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്നു. You know, sometimes in the middle of our problem, we might even forget we don't have anything to make food, but at the right time, we get all the provisions.
പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ കുരുങ്ങി ഭയങ്കരം കൈപ്പോടെ കരയുന്ന കാഴ്ച കാണുമ്പോഴേ ഏലിയാവിനെയാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. When you think of crying bitterly in the middle of a crisis, we are all often reminded of Elijah. ഏലിയാവിന്റെ ലൈഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏലിയാവിനെ തപ്പി ആ ദേശത്ത് എല്ലാ സൈന്യവും ഇറങ്ങിയിരിക്കുകയാണ്. അവനെ തപ്പാൻ, ഒരു വ്യക്തിയെ തപ്പാൻ വേണ്ടി മാത്രം ഒരു രാജ്യ സൈന്യം മുഴുവനായിട്ട് നിരന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിന് നടുവിലാണ് ഏലിയാവ് നിൽക്കുന്നത്. Think about Elijah. The entire king's army is on the lookout for him. They're searching out this man of God. ഞാൻ ചില സമയത്ത് ആലോചിക്കും, ഈ ഏലിയാവ് കിടന്ന ചൂരച്ചെടി, ആ ഒരു എൻറ്റയർ ചൂരച്ചെടികളുടെ ആ ഒരു കൂട്ടത്തിനകത്ത്, അതിനകത്ത് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളായിരിക്കും ഈ സൈന്യം വന്ന് തപ്പാതിരിക്കുക. And they might have gone to every place and they might have scanned every place except that juniper tree under which he was sleeping. ഇത്ര ബിറ്റർലി കരഞ്ഞ് വിഷമിച്ച് ദൂതൻ ഇറങ്ങി വരുന്നു, ഭക്ഷണം ഒരുക്കപ്പെടുന്നു, ഇതെല്ലാം നടക്കുമ്പോഴും ഇതൊന്നും ശത്രുവിന്റെ കണ്ണിൽ പോലും പെടാതെ അവനെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, അതാണ് എന്റെ കൂടെ നിൽക്കുന്നത്. Amen. In the middle of all this chaos, remember there was food being prepared for him by an angel, but none of this was visible to the king's army. That is the provision of and faithfulness of my God. അപ്പൊ നമ്മളുടെ ബുദ്ധിമുട്ടുകളുടെ നടുവിലും നമ്മുടെ സമാധാനത്തിന്റെ നടുവിലും സന്തോഷത്തിന്റെ നടുവിലും എന്റെ ജീവിതം ഒരു രീതിയിൽ പറഞ്ഞ എന്റെ ഓരോ ഹൃദയമിടിപ്പിനകത്തും നിലനിൽക്കുന്ന ദൈവത്തിന്റെ കരുണയ്ക്കും കൃപയ്ക്കും എത്ര പ്രാവശ്യം നമുക്ക് ദൈവത്തോട് നന്ദി പറയാൻ സാധിക്കുന്നുണ്ട്. To think about this in the middle of when it is peaceful in our life, joyful in our life, sorrowful in our life, how many times we need to thank the Lord for his faithful provision and guidance. പൗലോസ് പറയുന്നുണ്ട്, ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കാൻ, ഇടവിടാതെ പ്രാർത്ഥിക്കാൻ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പൗലോസ് എക്സ്പീരിയൻസ് ചെയ്ത ദൈവത്തിന്റെ ഒരു വിശ്വസ്തതയുണ്ട്. അത് ഓർത്താൽ, ദൈവം നടത്തിയ വഴികളെ വിധങ്ങളെ ഓർത്താൽ, ഇതൊക്കെ ഓർത്ത് കഴിയുമ്പം സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും അല്ലാതെ ദൈവത്തെ പള്ളു പറയാൻ ഒരു ചാൻസ് കിട്ടാതായി പോകും. This is why Paul, through his life experience in 1 Thessalonians, tells us, give thanks in all circumstances, pray without ceasing, rejoice evermore. If we obey these three things, there is no opportunity for us to question God or to feel offended at God. പ്രശ്നം വരുന്നത് എപ്പോഴാന്ന് ഞാൻ പറയാം. പ്രശ്നത്തിന്റെ ആദ്യ ഘട്ടത്തിൽ നമുക്കൊന്നും തോന്നത്തില്ല. നമ്മുടെ ഹൃദയം വിശ്വസ്തയോടെ ദൈവത്തോട് ഇത് ദൈവം ചെയ്യുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഫേസ് 2 കാത്തിരിപ്പ് വരുമ്പോൾ, അവിടെ ശോധനയുടെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പതുക്കെ നമ്മൾ തിരിയാൻ തുടങ്ങും, എവിടെയോ സംശയങ്ങൾ കയറാൻ തുടങ്ങും. ഫേസ് 3 നമ്മൾ നേരെ ദൈവത്തോട്, എന്നാലും കർത്താവേ അങ്ങക്ക് എന്നോട് എങ്ങനെ ഇത് ചെയ്യാം, ഇത്രയും നാള് ഞാൻ ദൈവത്തോട് കൂടെ അല്ലയോ നിന്ന് എന്ന് പറഞ്ഞ് ദൈവത്തോട് ഒന്നും രണ്ടും പറഞ്ഞ് പള്ളു പറയുന്നവരായി തീരും. Oftentimes when problems come, we don't immediately turn against God. In that initial phase, we are very expectant, right? We hope good things will happen. We believe the promises of God. In the second phase, doubts start entering and we question, what did I do wrong? It's in the second phase of waiting. Then in the third phase of waiting for these promises to be fulfilled is when we start being offended at God and we question him. But God, why? But God, why? Didn't I do this for you? And then we start blaming God for our problem. ഇതിന്റെ എല്ലാം കാരണം എന്നാന്നറിയാവോ? ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പ് നമ്മൾ സാത്താന് കൊടുക്കും. The reason for all this is we give a small gap for Satan. ആവശ്യമില്ലാത്തൊരു വാക്കായിരിക്കാം പറഞ്ഞിട്ടുണ്ടാകുക, ആവശ്യമില്ലാത്തൊരു ഹൃദയ വിചാരമായിരിക്കും ഉണ്ടായിരിക്കാം. ചെറിയൊരു ഗ്യാപ്പ് മതി അവൻ അതിനകത്ത് കയറി പ്രവർത്തിക്കാൻ. The devil needs only a small gap for Satan, for him to work in our lives. കർത്താവ് പറയുന്നുണ്ട്, അവൻ കള്ളനെ പോലെ പതുങ്ങി, ആരെ അറിയിച്ചോണ്ടല്ല സാത്താൻ വരിക, അവൻ എങ്ങനൊക്കെ പാത്തും പതുങ്ങിയും അകത്ത് കയറാൻ പറ്റുമോ കയറി നിന്ന് തക്കം നോക്കി തകർത്ത് കളയാൻ നിൽക്കുന്ന ശത്രുവാണ്. Satan is an opportunist. He looks for an opportune time and he creeps in sneakily and then he uses all his force to destroy us. നീ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ, സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അവൻ ഒന്നും ചെയ്യത്തില്ല. നിന്റെ മുൻപിൽ ഒരു പ്രശ്നത്തിന്റെ കാര്യം ഉടലെടുക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നീ ഒരു താഴ്വരയ്ക്കകത്തൂടി കടന്നു പോകുന്നു എന്ന് കാണുന്ന സമയത്ത് അവൻ ഇറങ്ങും.
Satan will not bother you when you are at peace and living in joy. It is when he sees the signs of a major problem in your life that he will use all his forces and come and enter to destroy you in that valley of testing. എങ്ങനെ നമുക്ക് ഈ ഗ്യാപ്പ് അടയ്ക്കാമെന്നറിയാവോ? So how can we close these gaps that's available for Satan? അവൻ ചെയ്ത ഉപകാരങ്ങളെ നീ മറക്കരുത്. By not forgetting the benefits that the Lord has done for us. ഇന്ന് ദൈവം നമ്മുടെ ലൈഫിൽ ഇന്ന് ഇങ്ങനെ ഒരു ഡിവൈസ് ദൈവം കയ്യിലേക്ക് തന്നത് മുതല്, എനിക്ക് ഇതിനകത്ത് കണക്റ്റഡ് ആവാൻ തന്ന ഇന്റർനെറ്റ് മുതല്, ഇതിനകത്ത് എന്റെ കൂടെ പ്രാർത്ഥിക്കുന്ന, എന്റെ വിഷയങ്ങളെ കരുതുന്ന ഓരോ വ്യക്തികളെ തൊട്ട് ഓരോ വിഷയങ്ങളെ പറ്റി ഞാൻ എണ്ണി ദൈവത്തോട് നന്ദി പറയുമ്പോൾ ഉണ്ടല്ലോ, നിർത്താൻ പറ്റാത്തൊരു ആരാധന നിന്റെ അകത്തേക്ക് ഉടലെടുക്കാൻ തുടങ്ങും. Amen. It's when we choose to thank the Lord and start counting the smallest blessing, like that we have access to a phone or a device, we have access to internet, to even be connected with prayer warriors. When we start counting even the smallest blessings in our life, a powerful spirit-filled worship will break out of you. മോശ സീനായി മലയുടെ മുകളിൽ ദൈവത്തോടൊപ്പം ഇരുന്നപ്പോൾ അവൻ പാപത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ആവശ്യമില്ലാത്ത ജസ്റ്റേഴ്സ് ഉണ്ടായിട്ടില്ല, ദൈവത്തിന്റെ മഹത്വത്തിൽ ദിവസങ്ങൾ കടന്നു പോകുന്നത് അറിയാതെ, ഭക്ഷണങ്ങൾ പോലും വേണ്ടെന്ന് വെക്കുന്ന രീതിയിൽ ഒരു അമാനുഷികമായിട്ടുള്ള പ്രവർത്തികളിലേക്ക് കയറിയ മോശ മലയിറങ്ങി ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങിയപ്പോഴാണ് അവനിലേക്ക് ചില പാപങ്ങൾ ക്രീപ്പ് ചെയ്യാൻ തുടങ്ങിയത്. It's when Moses climbed up Mount Sinai and he sat there for days, forgetting even to eat or drink, right? That's how powerful and amazing God's presence was. That time he didn't know what sin was. It was when he came down that things changed. ഇതുവരെയും ഇല്ലാത്ത ദേഷ്യം, പ്രശ്നങ്ങള്, കയ്പ്, ഇറിറ്റേഷന്, സ്ട്രെസ് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ഫേസിനകത്തൂടെ നീ കടന്നു പോകുന്നുണ്ടോ? തിരിച്ചു വരണം. നീ ദൈവത്തോട് നന്ദി പറഞ്ഞു തുടങ്ങണം. ചില കാര്യങ്ങൾക്ക്, നിസ്സാരമെന്ന് നീ തോന്നുന്ന വിഷയങ്ങൾക്ക് പോലും കയ്യിലെടുക്കുന്ന പാലിന്റെ പാക്കറ്റ് കിട്ടുമ്പോൾ മുതൽ കർത്താവേ അപ്പ നന്ദി അപ്പ, ഇത് പോയി മേടിക്കാൻ തന്ന ആരോഗ്യത്തിന്, പോയി മേടിക്കാൻ തന്ന വാഹനത്തിന്, കയ്യിലേക്ക് വെച്ച് തന്ന കാശിന്, ഇങ്ങനെ എണ്ണി ദൈവത്തോട് നന്ദി പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ, നീ ജീവനുള്ള ഒരു ആരാധനയായി നിന്നെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നത് കാണാൻ സാധിക്കും. Amen. Amen. When Moses came down, that is when he experienced irritation, anger, frustration. Remember, he even broke the tablets that God gave him. All this rage came into him when he left the presence of the Lord. So in our own life, when you have unexplainable irritation, anger, frustration, remember it's time to give thanks to the Lord and enter back his presence. Seek his presence where there is no gap for the enemy to enter. അങ്ങനുള്ളവനെ നോക്കി ദൈവം ബ്ലെസ്ഡ് എന്ന് വിളിക്കും. അങ്ങനുള്ളവനെ നോക്കി ദൈവം വിശ്വസ്തനെ എന്ന് വിളിക്കും. Amen. It's such a grateful person who doesn't forget the benefits of the Lord that God will call blessed and faithful. 10 കുഷ്ഠരോഗികൾ കർത്താവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചതിന് ശേഷം പോയതിൽ ഒരാൾ മാത്രം മടങ്ങി വന്നു. അത് നന്ദി പറയാൻ മടങ്ങി വന്നവൻ മാത്രം രക്ഷയും പ്രാപിച്ചു. Amen. Remember, there were 10 lepers who were healed by Jesus. Only one returned to thank the Lord. It's the one who came to say thank you that even received salvation for his soul. അപ്പോൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്ത കാര്യങ്ങളിനകത്തുനിന്ന് ഞാൻ താങ്ക്സ് പറയാൻ തുടങ്ങുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ എന്നിലേക്ക് ഗ്രാൻഡ് ചെയ്യാൻ തുടങ്ങും. ദൈവത്തിന്റെ ചില ഫേവർ എന്റെ മേൽ വരുവാൻ തുടങ്ങും. കർത്താവിന്റെ കണ്ണ് എപ്പോഴും എന്റെ കൂടെ ഇരിക്കും. ബിക്കോസ് ഞാൻ സൗരഭ്യവാസനയുള്ള യാഗമാ. ആ യാഗത്തിന്റെ ധൂപം എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ കർത്താവിന് പ്രസാദകരമാകുന്ന ഒരു എക്സ്പീരിയൻസിനകത്തേക്ക് കയറി പോവാൻ തുടങ്ങും. Amen. It is when we start giving thanks to the Lord that things will start changing in our life. That is when our life will become a fragrant aroma for Christ. കർത്താവ് മാംസങ്ങളിലും അതിന്റെ മേധസ്സുകളിലും പ്രസാദിക്കുന്ന ദൈവമല്ല, ദൈവം അനുസരണത്തിലും, ദൈവം നമ്മളുടെ ലൈഫിൽ നിന്ന് ഒരുക്കപ്പെടുന്ന യാഗത്തിൽ പ്രസാദിക്കുന്ന ദൈവമാ. Amen. The Lord doesn't desire in these burnt offerings, but has the Lord great delight in burnt offering and sacrifices, as in obeying the voice of the Lord? Behold, to obey is better than sacrifice, and to heed than the fat of rams.
സിമ്പിൾ താങ്ക് യുവിനകത്തു നിന്ന് ഉയരുന്ന ചില കാഴ്ചകളിനകത്തുനിന്ന് എലിവേറ്റഡ് ആയിട്ടുള്ള ചില വർഷിപ്പിനകത്തേക്ക് ദൈവം നിങ്ങളെ ഒരു Amen. ട്രാൻസിഷനിലേക്ക് കൊണ്ടുവരും. Hallelujah. You know, it's a simple thanksgiving that is going to transition you and take you into another realm of spiritual worship. പലപ്പോഴും നമ്മുടെ മുൻപിൽ വരുന്ന ഒരു വലിയ ചോദ്യമാണ് എങ്ങനെ ദൈവത്തിന് പ്രസാദകരമാകുന്ന നിലയിൽ ജീവിക്കാം അല്ലെങ്കിൽ ആരാധന നയിക്കാം എന്നുള്ളത്. ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് എ സിമ്പിൾ താങ്ക് യു ലോർഡ് ആൻഡ് ഐ ലവ് യു Amen. ജീസസ് എന്ന് പറയുന്നതിനകത്തൂടിയായിരിക്കാം. Amen. Amen. You know, many times we wonder, how can I live a life that is pleasing to God, that is full of power and signs? I'm here to tell you, it starts with a simple thank you and a heart of gratefulness. ഈ 2 ദിവസങ്ങളിനകത്ത് എന്നെ പിടിച്ചിരുത്തി ആലോചിപ്പിച്ച ഒരു ഇൻസ്റ്റൻസ് ഉണ്ട്. These 2 days, the Lord has been making me think about one particular instance. പലപ്പോഴും നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പല വിഷയങ്ങളെയും ഏറ്റെടുക്കുമ്പോൾ അതിന്റെയൊക്കെയും സൊല്യൂഷൻ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. You know, sometimes when you get complicated problems in your life or situations, let me tell you, the approach to it should be very simple. കഴിഞ്ഞ ദിവസം എന്നോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I was talking to somebody very close to my heart. ഞാൻ ആ വ്യക്തിയോട് സാധാരണ സംസാരിക്കുമ്പോൾ ആത്മീയമായ രഹസ്യങ്ങളെയും സത്യങ്ങളെയും ഒക്കെ പലപ്പോഴും പറഞ്ഞു മനസ്സിലാക്കി ഓരോന്നും ഓരോ സ്റ്റെപ്പിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. And this was a person that I would explain lot of spiritual ministries to draw this person close to God. ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്, കേഴ്സ് ബ്രേക്കിംഗ്, ഇങ്ങനെ ഭയങ്കരം കാഠിന്യമേറിയ കാര്യങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്ന മാസങ്ങളും വർഷങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. You know, this is a person to whom we've discussed complex topics like financial blessings, breakthrough, curse breaking. For years and months, we have discussed such topics. പക്ഷെ ഈ 2 ദിവസം മുൻപേ ആ വ്യക്തിയുടെ വായിൽ നിന്നൊരു വാക്ക് വന്നു. 2000 വർഷം മുൻപ് മരിച്ച കർത്താവിന്റെ രക്തം എന്റെ പാപത്തെ, ഇന്ന് ഞാൻ ജീവിക്കുന്ന എന്റെ പാപത്തെ എങ്ങനെ മോചിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. But the same person said, how can Jesus, who lived 2000 years ago, how can his blood today even cleanse the sin that I'm committing today? അന്ന് വൈകുന്നേരമാണ് എന്നെ ഇത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തത്. നമ്മൾ പലപ്പോഴും അഗാധമായിട്ടുള്ള രഹസ്യങ്ങളെ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള മാനസാന്തരത്തിന്റെയും രക്ഷയുടെയും സത്യങ്ങൾ പലപ്പോഴും നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ അത് അറിയുന്നില്ല എന്നുള്ളത്. You know, that's when God told me, or it occurred to me, that sometimes we teach and educate on complex spiritual mysteries, but even the basics of salvation is sometimes not clear. ഞാൻ എത്രയൊക്കെ രഹസ്യങ്ങളെയും അനുഗ്രഹിക്കപ്പെടാനും ശാപത്തിനും കാരണമായുള്ള കാര്യങ്ങളെ പറ്റി സംസാരിച്ചെന്ന് പറഞ്ഞാലും ന്യായവിധിയുടെ ദിവസം ന്യായം ദൈവം കൽപ്പിക്കുന്ന സമയത്ത് ഈ വ്യക്തി രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്നെ ഈ പറഞ്ഞതും എഫേർട്ട് ഇട്ടതും എല്ലാം വെറുതെ ആയി പോകും. So that's when I was reminded, if on the final judgment day, I have taught all these spiritual mysteries and complex theology, but on that final day of judgment, if he's not genuinely saved, he's not going to be counted in. ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്തതിന്റെ റീസൺ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? I hope you understand why I took this example. ഒരു സിമ്പിൾ താങ്ക് യുവിനകത്ത്, ഒരു സിമ്പിൾ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട് മകനെ എന്ന് പറയുന്നതിനകത്ത്, അല്ലെങ്കിൽ കർത്താവിന്റെ രക്തം നിന്റെ പാപങ്ങളെ മോചിക്കാൻ ശക്തമാണ് എന്ന് പറയുന്നതിനകത്തു നിന്ന് പുറത്തേക്ക് വരുന്നത് വലിയൊരു ഇമ്പാക്റ്റ് ആണ്. You know, because these simple truths, son, Jesus loves you, the blood of Jesus cleanses you, there is mighty things that will come out of these simple declarations. കർത്താവ് പലപ്പോഴും ചെയ്ത ശുശ്രൂഷകൾ ഭയങ്കരം ഈസി ആയിട്ടാണ് കർത്താവ് ചെയ്തത്. Jesus did great ministries with much ease. കാര്യം കർത്താവിന് അറിയാമായിരുന്നു എങ്ങനെ ഈ വിഷയത്തെ പിതാവിന് ഇഷ്ടമാകുന്ന നിലയിലും നിലവാരത്തിലും എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്ന് അവൻ അറിഞ്ഞിരുന്നു. Jesus knew how to do ministry in a way that would bring the power of God down here on earth. അതിന്റെ കാരണം അപ്പന്റെ ഹൃദയത്തെ അറിയുന്ന പ്രാർത്ഥനകളും ആരാധനയും കർത്താവിന്റെ നാവിൽ നിന്ന് ഉയർന്നു. Because Jesus knew to pray the prayers and worship that would bring the heart of the Father close to him. എത്ര ഹെക്റ്റിക് ആയിട്ടുള്ള മിനിസ്ട്രി നടന്നെന്ന് പറഞ്ഞാലും കർത്താവ് മലയുടെ മുകളിൽ കയറി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാഴ്ചകളെ വചനത്തിനകത്ത് കാണാൻ സാധിക്കും.
we see that no matter how busy Jesus' day of ministry was, no matter how many miracles he did, we read in the scriptures how he would go up the mountain to pray and be one with alone with God. ഇവിടെ അരമണിക്കൂർ ടൈമർ വെച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഒരു ദിവസം അരമണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെ വലിയ കാര്യമെന്ന് വിചാരിക്കുന്നിടത്ത്, ഒരു രാത്രി മുഴുവൻ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ പോയിരിക്കുന്ന കർത്താവാണ് നമുക്ക് മാതൃകയായിട്ട് നിൽക്കുന്നത്. You know, our example, some of us have to even set a timer to somehow pray at least for 30 minutes and sit in his presence. And we consider that a great accomplishment. But our example is Christ, who would spend all night in the presence of his Father. കഴിഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴും രാത്രി പ്രാർത്ഥിക്കാൻ വന്ന് ഇരുന്നിട്ട് ഉറങ്ങി ഒടിഞ്ഞ് തൂങ്ങി ഇരുന്നിട്ട് എഴുന്നേറ്റ് നിന്ന് കർത്താവേ എന്നാലും അങ്ങ് എങ്ങനെ ഈ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത് മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കുന്ന അവസ്ഥ വരെ വന്നു പോയിട്ടുണ്ട്. You know, recently there have been few instances where I sit for prayer at night and, you know, I feel so sleepy and I fall asleep and I've asked the Lord, Lord, how did you do this all night? പലപ്പോഴും നമ്മളുടെ അകത്തുള്ള ആഗ്രഹം, ഡിസയർ, ദൈവത്തോടുള്ള സ്നേഹം ഇതായിരിക്കും നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. അതിനേക്കാൾ ഉപരി എന്നോട് ഒരാൾ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് താങ്ക്സ് പറയുക എന്നുള്ള വളരെ വളരെ നിസ്സാരമായിട്ടുള്ളൊരു ജെസ്റ്റർ, അതാണ് പലപ്പോഴും നമ്മളെ ആരാധനയിൽ കത്തിച്ചു നിർത്തുന്നത്. Amen. You know, even though the reason we try to sit in prayer is because we have a great desire, right, to know our God. But I'm telling you here something as simple as saying thank you. Just being grateful to somebody who did you a favor is actually the key to your breakthrough. കഴിഞ്ഞ സാറ്റർഡേ ഒരു എൻകൗണ്ടർ എനിക്കുണ്ടായി. അന്ന് ഞാൻ കർത്താവിന്റെ തേജസ്സോടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നാവിൽ നിന്ന് സ്തുതിയും അന്യഭാഷയും അല്ലാതെ മറ്റൊന്നും വരാൻ പറ്റാതെ, നാവ് അടക്കി പിടിക്കാൻ പറ്റാത്തൊരു എൻകൗണ്ടറിലേക്ക് പ്രവേശിച്ചു. You know, last Saturday, God was gracious enough to help me encounter him. And after that, the only thing that came out of my tongue was praise and thanksgiving and worship. ആ എക്സ്പീരിയൻസിന് ശേഷം ഞാൻ പലപ്പോഴായി തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം ദൈവ സാന്നിധ്യം കൂടെ നടക്കുന്നതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടും എത്ര പ്രാവശ്യം എനിക്ക് എന്റെ കർത്താവിനോട് അപ്പാ നന്ദിയപ്പാ, എന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നതിന് നന്ദിയപ്പാ, ഞാൻ എത്ര പ്രശ്നക്കാരിയായാലും ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതിരുന്നിട്ടും അപ്പാ എന്റെ കൈ ഒന്ന് പിടിച്ചങ്ങ് നടത്തുന്ന വിധങ്ങൾ കൊണ്ടല്ലോ കർത്താവെ അതിന് നന്ദി, കർത്താവെ കാണിക്കുന്ന ദർശനങ്ങൾക്ക് നന്ദി, സ്വപ്നങ്ങൾക്ക് നന്ദി, എത്ര പ്രാവശ്യം പറയാൻ സാധിച്ചു. ഞാൻ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കർത്താവിനോട് ഒരുപാട് സോറി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കയറേണ്ട അവസ്ഥയായിപ്പോയി. And after that, I was taking stock and recounting how many times I've experienced his presence tangibly, where he held my hand and guided me and walked with me. Yet have I truly been ever grateful for those experiences. I truly came to a point where I repented and said, sorry, Lord, for taking you for granted, for taking your presence and guidance for granted in my life. ഞാൻ ഈ പറയുന്ന ഒരു കാര്യങ്ങളും എനിക്ക് പുകഴ് കൊള്ളുവാനോ എനിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് വെച്ചിട്ടോ വരുന്ന കാര്യങ്ങളല്ല. എന്റെ ദൈവത്തിന്റെ കരുണയാൽ കർത്താവ് അങ്ങ് നടക്കാമെന്ന് കർത്താവിന് തോന്നിയിട്ട് നടക്കുന്നത് കൊണ്ട് മാത്രം, അങ്ങനെ ഒരു ഗ്രേറ്റ് പ്രിവിലേജ് തന്നത് കൊണ്ട് മാത്രം ആ ഒരു എക്സ്പീരിയൻസിലേക്ക് കയറാൻ സാധിച്ച, അവിടെ നന്ദിയല്ലാതെ കർത്താവിനോട് പറയാൻ ഒന്നും ഇല്ല. You know, I'm not saying this to say that I've accomplished something or for any recognition, but I'm just here to say that when we go through such experiences of knowing him, nothing but praise and thanksgiving, that's the only thing that will come out of us. എല്ലാം വിടട്ടെ. ഈ ലോകത്തിൽ നമ്മൾക്കറിയാവുന്നതിൽ മുക്കാലിലും അധികം ആളുകൾ ഈ ദൈവം ആരാന്ന് എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കാൻ തത്രപ്പാട് പെടുമ്പോൾ എന്ത് ഈസിയാണ് നമ്മുടെ പ്രോസസ്സ്. നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമുക്ക് ഭാരപ്പെടണ്ട. എന്റെ സ്ട്രെസ്സിനെയോ ഭാരങ്ങളെയോ പ്രശ്നങ്ങളെയോ ഓർത്ത് എനിക്ക് ഭാരപ്പെടണ്ട. അവർക്കൊക്കെ ആലോചിക്കുമ്പോൾ ABCD എന്ന് പറഞ്ഞ പ്രോബബിലിറ്റീസ് നോക്കാം. എനിക്ക് നോക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിയാകുന്നതിനെയും എനിക്ക് നന്മയായിട്ട് എന്റെ ഭാവിക്ക് ഗുണകരമായി ചെയ്യുന്ന ദൈവത്തിന്റെ കരുണയും ദയയും വിശ്വസ്തതയും ഓർത്ത് ദൈവം എത്ര കെയർ ഫ്രീ ലൈഫാണ്. എന്റെ മുൻപിൽ ഇന്ന് ഒരു വ്യക്തി സംസാരിക്കുന്ന കേട്ടിട്ട് പറഞ്ഞു, കർത്താവെ എന്റെ തീരുമാനങ്ങളൊക്കെ എന്ത് എളുപ്പത്തിലാണ് കർത്താവെ അങ്ങ് എടുപ്പിക്കുന്നത്. ഒന്നും ആലോചിക്കേണ്ട, ഒരു എഫേർട്ട് വിടണ്ട, കർത്താവ് അങ്ങ് നടത്തിക്കോളുക. ആലോചിക്കേണ്ട, അനലൈസ് ചെയ്യേണ്ട, റിസൾട്ട് നോക്കണ്ട, ദൈവം നടത്തുമെന്ന് പറഞ്ഞാൽ ആ നടത്തുന്ന വിശ്വസ്ത, ഇതൊക്കെ ഒന്ന് ഓർത്താൽ സത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി നമുക്ക് എങ്ങനെ ദൈവത്തോട് നന്ദി പറയാതിരിക്കാൻ പറ്റും?
Amen. Just if you have no other reason to thank the Lord, compare yourself to the people who don't know their God. Compare yourself to people who don't know Christ. How complicated is their life when they have to make decisions? They have to go through probabilities A, B, C, D, and they have to think through each option. What if that goes wrong? Compared to that, we who know who our God is, we who have experienced His presence, how easy is our life that we would just hold His hands and walk. That itself should be the greatest reason for our thanksgiving and praise. പലപ്പോഴും തീരുമാനം പറയണമെന്ന് പറയുമ്പോൾ പോലും എടുക്കുന്ന വാക്ക് ഇതാ, കർത്താവെ, രാജസന്നിധിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നീ പറയേണ്ടത് എന്താകുന്നു എന്ന് ഞാൻ നിന്റെ നാവിൽ തരാമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവെ, ഞാനല്ലപ്പാ അങ്ങ് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ കാര്യം ഹാൻഡിൽഡാ. പിന്നെ ഞാനല്ല, കർത്താവാ സംസാരിക്കുന്നത്. എനിക്കൊരു പ്രശ്നമില്ലാതെ, എനിക്കൊരു ദോഷം വരാതെ, എന്നാൽ ദൈവനാമം മഹത്വപ്പെടുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ പറയാനായിട്ട് ഉണ്ടായിട്ടാണോ ദൈവത്തിന്റെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് കർത്താവ് എടുത്തതിനകത്ത് പോലും എത്ര നന്ദി പറഞ്ഞാൽ തീരാൻ പറ്റും? Even when we have to do things, speak on His behalf, we don't have to stress because there are promises like what we say, when you stand before the kings, I will give you words to speak. We have that confident assurance that the Holy Spirit is with us and He will guide us to be His voice in this world. ഒരു പാട്ടുണ്ട്, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എങ്ങനെ ഇത് കുറയല്ല, ഇത് കൂടാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ഓർത്താലുണ്ടല്ലോ, ആലോചിച്ചാലുണ്ടല്ലോ, കുറെ കാര്യങ്ങൾ ഭാരപ്പെടുന്ന കാഴ്ചകളല്ല, ദൈവത്തോട് നന്ദി പറയുന്ന, ദൈവത്തിലുള്ള സന്തോഷത്തിലും ആ ഒരു സാറ്റിസ്ഫാക്ഷനിലും ആർക്കും കിട്ടാത്ത ഒരു കാര്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആർക്കും ലഭിക്കാത്തൊരു കാര്യമാണ് ജോയ് എന്നുള്ളത്. അത് ക്രിസ്തുവിൽ വന്നവന് ലഭിച്ചതാണ്. പ്രശ്നങ്ങളുടെ നടുവിലാണോ, കൊടുങ്കാറ്റിന്റെ നടുവിലാണോ, ആ മരുഭൂമിയുടെയും താഴ്വരകളുടെയും നടുവിലാണോ, എന്നാൽ അവിടെയും എനിക്ക് നോക്കാൻ പറ്റുന്ന കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, ഞാൻ പാതാളത്തിൽ പോയി ഒളിച്ചാലും നിന്റെ കണ്ണ് എന്നെ കാണുന്നു. അപ്പൊ ചില്ലറ കാര്യമല്ല, ഞാൻ ഏത് അവസ്ഥയിലായാലും അവന്റെ കണ്ണ് എന്നെ നടത്തുന്നു, അവന്റെ കരം എന്നെ പിടിക്കുന്നു. ഞാൻ എവിടെ ആയിരുന്നാലും, ഏത് ചെങ്കടലിന്റെ അടിത്തട്ടിൽ ഞാൻ പോയി കിടന്നെന്ന് പറഞ്ഞാലും അവിടെ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരുന്ന എനിക്ക് ഉറപ്പുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. മറ്റാർക്കും ആ ഒരു ഉറപ്പ് കാണത്തില്ല, ആ ഒരു ഹോപ്പ് കാണത്തില്ല. പക്ഷെ എന്റെ കർത്താവ് എനിക്ക് തന്നത് ഒരു ചില്ലറ കാര്യമല്ല. ദൈവത്തെ ഓർത്ത് സ്തുതിക്കുക, കർത്താവ് ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുക. ചില വാതിലുകൾ അടയട്ടെ, നമ്മുടെ ലൈഫ് ഒരു ട്രാൻസിഷനിലേക്ക്, ഒരു ലിവിങ് വർഷിപ്പും സാക്രിഫൈസും ആകുന്ന ദിവസങ്ങളിലേക്ക് കയറട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. Yes, Lord. Hallelujah. These days I pray that each of your lives will be blessed, that certain doors will be shut, and these days will be a day of transition, that you will enter new circumstances and situations just based on how you choose to give thanks to the Lord for every opportunity, for every time He has led you supernaturally. Yes, let's unmute and just thank the Lord. Thank the Lord. Like, this is the message to us, is be grateful. Do not forget all His benefits. Hallelujah. Hallelujah. We thank you, Lord. Hallelujah. We thank you, Lord. Hallelujah. We Thank you, thank you, Lord. We Jesus. Thank thank you, you, Lord. Lord. Thank you, Rabba Lord. Shaba Radere Abba, Koro